ദീപം തെളിഞ്ഞു അൾത്താരയൊരുങ്ങുകയാ. വരുവിൻ ഒന്നാ ജീവന്റെ ബലിയേകാ. ദീപം തെളിഞ്ഞു അൾത്താരയൊരുങ്ങുകയാ. വരുവിൻ ഒന്നാ ജീവന്റെ ബലിയേകാ. ഒരു മനസ്സാകാൻ ഒരുമയിൽ ചേരാ യേശുവിൻ ബലിയേകാ. നവ്യമായി നൽകാൻ യേശുവിനായി എൻ്റെ ജീവിതവും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പെസഹ കാലത്തിലെ 2-ാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 2-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും കർത്താവിങ്കിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ പോരായ്മകളും എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. പെസഹ കാലത്തിലെ 2-ാമത്തെ ആഴ്ച നമ്മൾ ആഘോഷിക്കുന്നത് ദൈവകരുണയുടെ ഞായറാഴ്ച ആയിട്ടാണ്. നമുക്കറിയാം, വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച വെളിപാടും നിർദ്ദേശവും അനുസരിച്ചാണ് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് കൂടുതലായി ധ്യാനിക്കുകയും ആ ദൈവകരുണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തുനിയുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനയെ പോളണ്ടുകാരന് തന്നെയായ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. ആയതിനാൽ ഈ വിശുദ്ധയെ നമ്മൾ ധ്യാനിക്കുമ്പോഴും ഈ വിശുദ്ധയ്ക്ക് നൽകിയിരിക്കുന്ന ആ വെളിപാടും അതുപോലെ നിർദ്ദേശം അനുസരിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന ദിനമായതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് വളരെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ തക്കതായ യോഗ്യതയോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ ഈ ബലി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, 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 കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീ
സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകരേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യമായ കാരുണ്യത്തിൻ്റെ ദൈവമേ, പെസഹ തിരുനാളിൻ്റെ പുനരാഗമനത്തിൽ തന്നെ അങ്ങേക്ക് സമർപ്പിതരായിരിക്കുന്ന ജനത്തിൻ്റെ വിശ്വാസം അങ്ങ് ഉജ്ജ്വലിപ്പിക്കുന്നുവല്ലോ. ഇവരിൽ അങ്ങ് ചൊരിഞ്ഞ കൃപ വർത്തമാനമാക്കണമേ. അങ്ങനെ ഏത് നീർത്തൊട്ടിയാൽ അവർ ശുദ്ധീകൃതരായെന്നും ഏത് ആത്മാവിനാൽ നവജന്മം പ്രാപിച്ചവരായെന്നും ഏത് രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരായെന്നും ഉചിതമായ ബുദ്ധിശക്തി വഴി എല്ലാവരും ഗ്രഹിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമർത്ഥമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രയേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തർ പറയട്ടെ.
കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വലതു കൈ കരുത് പ്രകടമാക്കി. കർത്താവിന്റെ വലതു കൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. കർത്താവിന്റെ വലതു കൈ കരുത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്, യേശുക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തോമ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക.
എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പെസഹ കാലത്തിലെ രണ്ടാമത്തെ ഞായർ എന്ന് പറയുന്നത് ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാണ്. ഈ ഞായറാഴ്ച തന്നെയാണ് ദൈവകരുണയുടെ ഞായറാഴ്ചയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ദൈവകരുണയുടെ ഞായറാഴ്ചയായിട്ട് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ 3 തവണയാണ് യേശുനാഥൻ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന്. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം അത് ആഴ്ചയുടെ 1-ാമത്തെ ദിവസമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് യേശുനാഥൻ്റെ 2 പ്രത്യക്ഷപ്പെടലാണ് സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒന്ന്, ആഴ്ചയുടെ ആദ്യ ദിവസം വൈകുന്നേരം, അതായത് ഉദ്ധാനം ചെയ്ത യേശുനാഥൻ അന്ന് വൈകിട്ട് തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഇനി 2-ാമത്തെ പ്രത്യക്ഷപ്പെടൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 8 ദിവസങ്ങൾക്ക് ശേഷം എന്നാണ്, അല്ലെങ്കിൽ 8-ാം ദിവസം. അവിടെ അതും ആഴ്ചയുടെ 1-ാമത്തെ ദിവസം തന്നെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ആഴ്ചയുടെ 1-ാമത്തെ ദിവസമായ ഞായറാഴ്ച ഏറ്റവും പരിശുദ്ധമായിട്ട് ആചരിക്കുന്നത്. കാരണം ഉദ്ധാനം ചെയ്ത യേശു ഈ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെയാണ് ശിഷ്യന്മാരുടെ ഇടയിൽ അതിശക്തമായിട്ട് പ്രവർത്തിച്ചത്. നമുക്കറിയാം, അതിനുശേഷം പരിശുദ്ധാത്മാവിനെ നൽകുന്നതും പെന്തക്കോസ്ത തിരുനാളും നമ്മൾ ആഘോഷിക്കുന്നത് ആഴ്ചയുടെ 1-ാമത്തെ ദിവസമാണ്, ഞായറാഴ്ചയാണ്. അപ്പോൾ ഉദ്ധിതൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആഴ്ചയുടെ 1-ാമത്തെ ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ചയാണ്. ഇനി ഉദ്ധാനം ചെയ്ത യേശുനാഥൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. അതായത് അവിടുത്തെ ആദ്യത്തെ ആ വെളിപാടിലൂടെ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിൽ തന്നെ 2 തവണയാണ് ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന്. ഇനി ഈ സമാധാനം ലഭിക്കുക എവിടെയാണ്, എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നറിയുമ്പോഴാണ് നമുക്ക് സമാധാനമുണ്ടാവുക. തീർച്ചയായിട്ടും ശിഷ്യന്മാരും ഭയന്നിരിക്കുകയാണ്. ഏറ്റവും പ്രത്യേകമായി യേശുവിനെ ഉദ്ധിതനായി കാണുമ്പോഴും അവർ ഭയന്നിട്ടുണ്ടാവാം. ഉള്ളിൽ സന്തോഷമുണ്ടാവാം, അതിനോടൊപ്പം ഭയവും ഉണ്ടാവാം. കാരണം എന്താണ്? തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യേശുനാഥനെ ചിലർ അവിടുത്തെ തള്ളിപ്പറയുകയാണ്, ഒറ്റിക്കൊടുക്കുകയാണ്. ബാക്കിയുള്ളവർ ഓടി അകലുകയാണ്. അവനോടുകൂടെ നിൽക്കുവാൻ സാധിക്കാതെ വന്നതിൻ്റെ കുറ്റബോധമാണ്. ആ കുറ്റബോധത്തിലായിരിക്കുന്ന ശിഷ്യന്മാരോടാണ് യേശുനാഥൻ ആദ്യമായിട്ട് ഇപ്രകാരം പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. ഇവിടെ പ്രിയപ്പെട്ടവരെ, ദൈവകാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനമാണ് നടന്നത്. അതായത് കുറ്റബോധത്താലായിരിക്കുന്ന ശിഷ്യന്മാരോട് സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് സമാധാനം, കാരണം ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുവാനാണ്, പാപങ്ങൾ ക്ഷമിക്കുവാനാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഇവിടെ കുമ്പസാരം എന്ന കുദാശയുടെ ആരംഭം ഉദിതനായ യേശു കുറിക്കുന്നതായിട്ട്
നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറ്റബോധത്താൽ അലയുന്ന ഭയപ്പെടുന്ന ശിഷ്യന്മാർക്ക് സമാധാനം നൽകുന്നു. അതിനുശേഷം വീണ്ടും യേശുനാഥൻ അവർക്ക് നൽകുന്ന വലിയ ഉത്തരവാദിത്തമാണ് പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തം. കാരണം ഭൂമിയിൽ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അതായത് യേശുനാഥൻ ആദ്യം തൻ്റെ ശിഷ്യന്മാരോട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയാണ്, അവരുടെ കുറ്റബോധങ്ങൾ അകറ്റുകയാണ്. അങ്ങനെ യേശുനാഥൻ അവൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ വീണ്ടും അതിനുള്ള അധികാരവും നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുതന്നെയാണ് യേശുനാഥൻ്റെ കരുണയുടെ ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക, ഇവരുടെ കൂടെ തോമസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ യേശുനാഥനിൽ വിശ്വസിക്കുന്നില്ല, അവൻ്റെ ഉദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ തൻ്റെ സഹപാഠികൾ പറയുന്നതും അവന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും അവിടുത്തെ രണ്ടാമത്തെ വരവ്, അതായത് അവിടുന്ന് രണ്ടാമതേയും പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാവർക്കും വീണ്ടും സമാധാനം കൊടുക്കുകയാണ്. എന്നിട്ട് തോമസിനോട് പറയുകയാണ്. ഇനി ഇവിടെ തോമസ് യേശുവിൽ വിശ്വസിച്ചില്ല, ഉദ്ധിതനിൽ വിശ്വസിച്ചില്ല എന്ന് പറയുമ്പോഴും ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനവും നമുക്ക് കാണുന്നത് തോമസിലൂടെയാണ്. ഉദ്ധിതനായ യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നത്. കാരണം യേശുനാഥൻ പറയുകയാണ്, നീ വരിക, നിൻ്റെ കൈവിരൽ ഇവിടെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇനി തോമസ് അവൻ്റെ കൈവിരൽ കൊണ്ട് യേശുവിൻ്റെ പാർശ്വത്തിൽ സ്പർശിക്കുന്നതോ യേശുവിൻ്റെ ആണിപ്പെഴുതുകളിൽ വയ്ക്കുന്നതായിട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ചില ചിത്രങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം തോമസ് ലീയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളാണ് അവനെ സ്പർശിക്കുക. ഒന്നാമതായിട്ട് അടച്ചിരുന്ന വാതിലുകളാണ്. സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വാതിലുകൾ അടഞ്ഞിരുന്നു എന്ന്. ഇനി ആ അടഞ്ഞിരുന്ന വാതിലുകൾ അവിടെ ഉണ്ടായിരിക്കെ അത് തുറക്കാതെ തന്നെയാണ് യേശുനാഥൻ അവരുടെ മധ്യേ കടന്നു വരുന്നത്. അപ്പോൾ ഇത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, യേശുനാഥൻ തോമസ് പറഞ്ഞത്, ആ പറയുന്ന സമയത്ത് യേശുനാഥൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും തോമസ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് യേശുനാഥൻ അവനോടും പറയുന്നത്. കാരണം യേശു അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ശിഷ്യന്മാരോട് ആണ് പറയുന്നത്, അല്ലെങ്കിൽ തൻ്റെ സഹപാഠികളോടാണ് പറയുന്നത്. അവൻ്റെ ആണിപ്പഴുതുകൾ ഉള്ള ആ മാർക്കും അല്ലെങ്കിൽ ആ പഴുതുകളും അതുപോലെ തന്നെ അവൻ്റെ പാർശ്വത്തിലും ഞാൻ എൻ്റെ വിരൽ ഇടാതെ പാർശ്വത്തിൽ സ്പർശിക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യേശുനാഥൻ അവിടെ ഇല്ലാത്ത സമയത്താണ് പറഞ്ഞത്. എന്നാൽ അവൻ അവിടെ ഇല്ലാത്ത സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇവൻ എങ്ങനെയാണ് അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറയുക? ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അവൻ മനസ്സിലാക്കുന്നു. ഇവൻ തങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന യേശു ഉദ്ധാനം ചെയ്തത് തന്നെയാണ് എന്ന് വിശ്വസിക്കുകയാണ്. ഇനി പൂർണ്ണ ശരീരത്തോടു കൂടിയാണ് അവൻ കടന്നു വരുന്നത്. വാതിലുകൾ അടച്ചിരുന്നുവെങ്കിലും അവൻ തൻ്റെ ശരീരം മുഴുവനോടുകൂടിയാണ് വരുന്നത്. ഇനി അവൻ്റെ ഒരു സ്പിരിറ്റ് മാത്രമായിട്ടല്ല ഉദ്ധാനം ചെയ്തത്, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവ് മാത്രമല്ല ഉയർത്തെഴുന്നേറ്റത്, മറിച്ചോ പൂർണ്ണമായിട്ടുള്ള ശരീരത്തിൻ്റെ അകമ്പടിയോടുകൂടെ തന്നെയാണ് യേശുനാഥൻ ഉദ്ധിതനായിട്ടുള്ളത്. അങ്ങനെ തൻ്റെ ശരീരത്തിൻ്റെ അകമ്പടിയോടുകൂടെ തന്നെയാണ് ശിഷ്യന്മാരുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവനെങ്ങനെയാണ് പറയാനായിട്ട് സാധിക്കുക, ആണിപ്പഴുതുകളിൽ നിൻ്റെ വിരലിടുക, എൻ്റെ സ്പർശത്തിൽ നീ സ്പർശിക്കുക എന്ന്. ഇനി ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് വേറെ എവിടെയും സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ആരെങ്കിലും ഇപ്രകാരം പറയുന്നതായിട്ട്, എൻ്റെ ദൈവമേ എന്ന്, എൻ്റെ കർത്താവേ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ തോമസ് അപ്പോസ്തലൻ ഇപ്രകാരം തൻ്റെ വിശ്വാസം പ്രകടമാക്കുകയാണ് ചെയ്യുക.
പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുവിൻ്റെ വലിയ കരുണ നിറഞ്ഞ പ്രവൃത്തി തന്നെയാണ്. ഇനി യേശുവിൻ്റെ അതേ കരുണ നിറഞ്ഞ പ്രവൃത്തിയാണ് ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നത്, അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുന്നത്. ഇനി അതേ കരുണ നിറഞ്ഞ പ്രവൃത്തിയാണ് ആ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായ തിരുസഭയിലൂടെ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന അഭിഷക്തരിലൂടെ എന്നും ലോകത്തിന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർക്ക് വലിയ അനുഗ്രഹമായിട്ട് നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ പ്രവൃത്തി എന്നുള്ളത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ ഞായർ ആഘോഷിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ടത് വളരെ ഉചിതമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മളെ അവിടുന്ന് രക്ഷയിലേക്ക് നയിക്കുന്നത് ഈ ദൈവ കരുണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഫലങ്ങൾ, ആ ദൈവത്തിൻ്റെ കരുണയുടെ അനുഭവങ്ങൾ നമുക്ക് ഉള്ളത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തോമസ് അപ്പോസ്തലനോടൊപ്പം നമുക്കും ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങള എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ ധന്യശരീരമെടുത്തു നരനായി പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി
പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായി. വേദപ്രവാചകന്മാർ വഴിയല്ല നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യുവരിച്ചവർ ഉള്ളൊരു ഈർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായികത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരേ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. കരുണാനിധിയായ പിതാവേ, വിശുദ്ധിയും വിജ്ഞാനവും ദൈവഭയവും നിറഞ്ഞ വിശ്വാസ സമൂഹത്തെ വാർത്തെടുക്കുവാൻ മാർപ്പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷി അച്ഛനെയും ആത്മീയ വരദാനങ്ങളാലും വിശ്വാസ തീഷ്ണതയാൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ പിതാവേ, ഉദ്ധിതനായ ക്രിസ്തുനാഥൻ നൽകിയ സമാധാനം ഞങ്ങളുടെ രാജ്യത്തും ലോകം മുഴുവനും ആസ്വദിക്കുവാൻ രാജ്യത്തിലെ ഭരണകർത്താക്കളെ അവിടുത്തെ ഉപകരണമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. കരുണാനിധിയായ ദൈവമേ, തിരുവുദ്ധാനത്തിന്റെ മഹിമ ആസ്വദിച്ചുകൊണ്ട് സാഹോദര്യ ബന്ധത്തിലും വിശ്വസ്തതയിലും സ്നേഹൈക്യത്തിലും ജീവിച്ചുകൊണ്ട് ഓരോ കുടുംബവും പുണ്യങ്ങളുടെ വിളനിലം ആകുവാനുള്ള കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ നല്ല ദൈവമേ, സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും നല്ല കൂട്ടായ്മകൾക്കും സേവനങ്ങൾക്കും മാതൃകയാകുന്ന യുവജനങ്ങളെ നൽകി സഭയെയും സമൂഹത്തെയും നാടിനെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളെ അങ്ങേ മഹത്വത്തിനായി ഏറ്റെടുത്ത് ഇവരുടെ ഏകാന്തതയിൽ അങ്ങ് കൂട്ടായിരുന്ന് സൗഖ്യത്തിന്റെ സ്പർശം ഇവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും
കർത്താവിങ്കിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. യേശുവേ, ഞാൻ വന്നിതാ കാഴ്ചയാ സർവം നൽകുവാൻ. എൻ്റെ സ്നേഹമേ, എൻ്റെ ദൈവമേ, എൻ മാനസം നിന്നിൽ ഞാൻ ഏകിടാം. യേശുവേ, ഞാൻ വന്നിതാ കാഴ്ചയായി സർവം നൽകുവാൻ. അപ്പവും വീഞ്ഞുമായി അൾത്താര മുൻപിൽ അർപ്പണം ചെയ്യുവാൻ വന്നു ഞാൻ. കാൽവരിയേറിയ കരുണാമയനെ, അലിവോടെന്നെ നീ സ്വീകരിക്കൂ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ ജനത്തിൻ്റെ കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ നാമത്തിൻ്റെ പ്രഖ്യാപനത്താലും ജ്ഞാനസ്ഥാനത്താലും നവീകൃതരായി അവർ നിത്യാനന്ദം പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, എക്കാലത്തും വിശേഷം ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ ദിനത്തിൽ അങ്ങേ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉദ്ധാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും മാലാഖ വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നുചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ.
ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടോ ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടോ അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടോ കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം.
സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കനിയണമേ. എന്നെ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പെസഹ രഹസ്യത്തിൻ്റെ സ്വീകരണം ഞങ്ങളുടെ മനസ്സുകളിൽ നിരന്തരം നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ,
ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.